അതായത് ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു ഉപകാരമായി മാറുന്നു എന്ന നിലയിൽ കൂടി നമുക്ക് പറയാം. ഇത് സവർക്കറെ അധിക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അപമാനിക്കാൻ സ്ഥിരം ചെയ്യുന്ന ഒരു നാടകത്തിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ അരുൺ മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് സവർക്കറെ മാത്രമല്ല, ഇപ്പോൾ ത്രിലോകനാഥ് ചക്രവർത്തിയെ പറ്റി നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ആ രീതിയിൽ കൂടി നമുക്കിതിനെ നോക്കിക്കാണാമല്ലോ ശ്യാംരാജ്. അല്ല, ഞാനതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ ഒരു ചർച്ച വളരെ ഉപകാരപ്രദമായി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന് സവർക്കറെ കുറിച്ചിട്ട് മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടും അതിൽ ഇടതുപക്ഷത്തിൻ്റെ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഒക്കെ പങ്കെന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഒന്നിവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചേതോവികാരം എന്താണ് എന്ന് എനിക്കറിയില്ല. ദ്വിരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലീഗ് തന്നെയാണ്, പഴയ ലീഗ് തന്നെയാണ് ദ്വിരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചിട്ടുള്ളതും ഈ രാജ്യത്തെ വെട്ടിമുറിച്ചിട്ട് പോയിട്ടുള്ളതും. 1930 അവരുടെ ഒരു തുടക്കം തന്നെ അങ്ങനെയാണെങ്കിലും അവരത് പുറമെ പറഞ്ഞു തുടങ്ങിയത് 1930-കളിലാണ്. ആ 30-കളിൽ തൊട്ട് ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച് ഈ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അന്നത്തെ ലീഗ് തന്നെയാണ്. അതിനെ നിങ്ങൾക്കിങ്ങനെ വെള്ളം പൂശരുത്. പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് രണ്ട് വശങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ട് പോയ ആളെ ഇന്ത്യയിൽ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് വെള്ളം പൂശാൻ വേണ്ടിയിട്ട് പാടില്ല. ചരിത്രം അറിയാത്തതാണെങ്കിൽ അതിനെ ക്ഷമിക്കാം, പക്ഷേ അതല്ലാതെ ആണെങ്കിൽ നിങ്ങളത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടോ. രണ്ട്, പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഒന്ന് നോക്കൂ. ഈ സവർക്കറുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ വലിയ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു കേസാണ്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതിന് സുപ്രീം കോടതിയുടെ പരാമർശമുണ്ട്. സവർക്കറെ കുറിച്ചിട്ട് അവമതിപ്പുണ്ടാകുന്ന പരാമർശം പറയുമ്പോൾ മിനിമം നിങ്ങളുടെ അമ്മൂമ്മേനെങ്കിലും ഓർക്കേണ്ടെന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, യുവർ ഗ്രാൻഡ് മദർ എന്നൊക്കെ സുപ്രീം കോടതി ചോദിച്ചു. അതായത് ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് സവർക്കർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എന്താണ്, ഞാൻ എൻ്റെ കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, എപ്പോഴാണ് സ്റ്റാമ്പ് ഇറക്കിയത് എന്നുള്ള കാര്യമെങ്കിലും കോൺഗ്രസ്സുകാർ പഠിക്കണ്ടേ. പോട്ടെ, കോൺഗ്രസ്സുകാർ പോയിട്ട് ഇവരുടെ വലിയ നേതാവ് രാഹുൽ ഗാന്ധിയെങ്കിലും പഠിക്കണ്ടേ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ അതിന്റെ ലാസ്റ്റ് പോയിന്റ് ഗൗതമ, ഇതിന്റെ ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ പോക്കറ്റിലുള്ള മുസ്ലിം വോട്ട് ബാങ്ക് ആണ്. അല്ലെങ്കിൽ തീവ്ര പ്രസ്ഥാനങ്ങളായിട്ടുള്ള മുസ്ലിം ലീഗിനെ പോലെയും ജമാഅത്തെ ഇസ്ലാമിനെ പോലെയും SDPI പോലെയുമുള്ള സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്നത് കൊണ്ടാണ് ഒരു കാലത്ത് കോൺഗ്രസ്സുകാരും ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെ ആദരിച്ചിരുന്ന അംഗീകരിച്ചിരുന്ന സവർക്കറെ ഇവർക്ക് തള്ളിപ്പറയേണ്ടി വന്നത്. അത് അവരുടെ നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ അങ്ങേയറ്റത്തെ മോശം ഒരു കാലാവസ്ഥ, ഒരു കാലഘട്ടം എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു ഇത്തരത്തിലുള്ള നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ അംഗീകരിച്ച ആദരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ തള്ളിപ്പറഞ്ഞതിന് ഇന്നല്ലെങ്കിൽ നാളെ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഉദാഹരണമാണ് ഇലക്ട്രൽ പൊളിറ്റിക്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സവർക്കറേയും ഈ തെരഞ്ഞെടുപ്പുള്ള ദേശീയതയെയും ദേശീയ മൂല്യങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷമേ ഇല്ലാതായി പോയിട്ടുള്ളത്. കോൺഗ്രസിന്റെ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി തള്ളിപ്പറയുക നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് നിങ്ങൾക്ക് ജനം കൃത്യമായിട്ടുള്ള തിരിച്ചടി തരിക തന്നെ ചെയ്യും. ഈ ചർച്ച തീർച്ചയായിട്ടും ഗുണകരമായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. എന്തായാലും സവർക്കർ വിഭാവനം ചെയ്ത ആശയം അത് ഈ മണ്ണിൽ നിലനിൽക്കും. എല്ലാ കാലത്തും സവർക്കർ എല്ലാ തലമുറകൾക്കും ഒരു വലിയ പ്രചോദനമാണെന്ന കാര്യത്തിൽ സംശയമില്ല.